ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമുക്ക് ശരിക്കും നമ്മൾ ആരാണ് എന്ന വാസ്തവം അറിഞ്ഞുകൂടാ. നമ്മൾ ഈ ദേഹത്തോട് ഒട്ടി നിൽക്കുന്നതിനാൽ ദേഹമാണ് ഞാൻ എന്നാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. നീ ആരാണ് എന്ന് ചോദിച്ചാൽ അവർ അവരുടെ പേര് പറയും. ഞാൻ ആരാണ് എന്ന് എനിക്കറിയാം. അങ്ങനെയാണ് നമ്മുടെ ധാരണ. ഞാൻ ആരാണെന്നറിയുന്നത് കൊണ്ട് യഥാർത്ഥത്തിലുള്ള എന്നെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നുമില്ല. എനിക്കെന്നെക്കുറിച്ചറിയാമല്ലോ. വാസ്തവത്തിൽ നമുക്കറിയാത്തത് നമ്മെക്കുറിച്ചാണ്. മറ്റുള്ളവരെക്കുറിച്ച് എല്ലാം നാം ധരിച്ചു വച്ചിരിക്കുന്നു. അത് ശരിയാണോ? ശരിയല്ലതാനും. അതൊക്കെ ശരിയാണെന്ന് നാം ധരിച്ചു വച്ചിരിക്കുന്നു. ആരാണെന്നാരായുമ്പോൾ ഞാനെന്നുര ചെയ്യൂ നാം. ആരാണെന്ന് ചോദിച്ചാൽ, നമ്മളോടൊരാൾ നീ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്ന് പറയും. ഞാൻ എന്ന് പറയും. ആരാണെന്നാരായുമ്പോൾ ഞാനെന്നുര ചെയ്യൂ നാം. ഞാൻ എന്ന് നമ്മൾ പറയും. താനാരെന്നോരായിൽ താൻ താഴേക്കാണുയരം കാണൂ. നമ്മൾ നമ്മെ ആരാണ് എന്ന് അറിയുന്നില്ലെങ്കിൽ നമ്മുടെ വളർച്ച താഴേക്കാണ്. താഴെ എന്നാൽ വിഷയങ്ങളിലേക്കാണ്. ഉയരത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ നിർവിഷയം ആവുക എന്നാണ് അർത്ഥം. ആത്മതലത്തിലേക്ക് ഉയരുക എന്നാണ് പറയുന്നത്. ആത്മതലത്തിലേക്ക് ഉയരുന്നത് വിഷയങ്ങളെ വിടുമ്പോഴാണ്. വിഷയങ്ങളാണ് നമ്മെ ഈ ലോകവുമായി ബന്ധിപ്പിക്കുന്നത്. വിഷയം എന്നാൽ നമുക്ക് 5 ഇന്ദ്രിയങ്ങളിൽ കൂടി അറിയുന്ന 5 വിഷയങ്ങൾ. ചെവിയിൽ കൂടി ശബ്ദവും, ത്വക്കിലൂടെ സ്പർശവും, കണ്ണിലൂടെ രൂപവും, നാവിലൂടെ രസവും, മൂക്കിലൂടെ ഗന്ധവും. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങളിൽ കൂടി 5 വിഷയങ്ങളെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വിഷയങ്ങളിലേക്കാണ് നാം ഉണരുന്നതെങ്കിൽ നാം താഴലാണ് എന്നാണ്. അപ്പോൾ നമുക്ക് നമ്മെ അറിയാൻ കഴിയുകയില്ല. നമ്മെ നാം അറിയുന്നില്ലെങ്കിൽ നമ്മുടെ ഉയരം താഴേക്കാണ്. ഒരു കിണർ കുഴിക്കുന്ന സമയത്ത് ആ കിണറിൻ്റെ ആഴം താഴോട്ടാണ് നാം അളക്കുന്നത്. ഒരു വൃക്ഷത്തിൻ്റെ ഉയരം നാം കണക്കാക്കുമ്പോൾ അത് മുകളിലേക്കാണ് നാം കണക്കാക്കുന്നത്, ഉയരത്തിലേക്ക്. മറ്റത് താഴ്ചയിലേക്ക്. വിഷയങ്ങളോടുള്ള സമ്പർക്കം നമ്മെ താഴ്ചയിലേക്കും, ആത്മാവിനോടുള്ള സമ്പർക്കം നമ്മെ ഉയരത്തിലേക്കും എത്തിക്കുന്നു. ആ ഉയരമാണ് മഹത്വത്തിൻ്റെ മാനദണ്ഡം. അതിനാൽ ആരാണെന്നാരായുമ്പോൾ, നിങ്ങൾ ആരാണ് എന്ന് നമ്മോടൊരാൾ ചോദിക്കുകയാണെങ്കിലും അവരോട് നമ്മൾ ചോദിക്കുകയാണെങ്കിലും ഞാനെന്നുര ചെയ്യൂ നാം. നമ്മോടൊരാൾ ചോദിച്ചാൽ ഞാൻ എന്ന് നമ്മൾ പറയും. താനാരെന്നോരായിൽ താൻ ആരാണ് എന്ന് ആരായുന്നില്ലെങ്കിൽ, താനാരെന്നോരായിൽ താൻ താഴേക്കാണുയരം കാണൂ. നമ്മൾ നമ്മെ അറിയുന്നില്ലെങ്കിൽ നമ്മുടെ വളർച്ച താഴേക്കാണ്, വിഷയങ്ങളിലേക്കാണ് നാം താഴുന്നത്. അത് നമ്മുടെ സ്വരൂപത്തെ മറയ്ക്കുന്നതാണ്, നമ്മുടെ മഹത്വത്തെ ഇല്ലാതെയാക്കുന്നതാണ്. ആത്മതലത്തിലേക്ക് ഉയരലാണ് മഹത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഹത്വം നേടുന്നത് എപ്പോഴാണ്? നാം വിഷയതലത്തിൽ നിന്നും വിട്ട് ആത്മതലത്തിലേക്ക് ഉയരുമ്പോഴാണ്.
ആത്മതലത്തിലേക്ക് ഉയരണമെങ്കിൽ ത്യാഗം, ക്ഷമ, സഹനം, സാഹോദര്യം, സമത്വം മുതലായ സദ്ഗുണങ്ങൾ വളർത്തിയിരിക്കണം. ഈ ഗുണങ്ങളെല്ലാം നമ്മെ മഹത്വവൽക്കരിക്കും, നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്നതുമാണ്. നാം ആരാണെന്ന പരമസത്യം അറിയുന്നതാണ് ഏറ്റവും മഹത്തായ പദം, ഏറ്റവും ഉയർന്നതായ ഉയരത്തിലേക്കുള്ള യാത്ര. നമ്മെ തിരിച്ചറിയുന്നത് നാം ഉയരത്തിലേക്ക് എത്താൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് നീയാരെന്ന് ചോദിക്കുന്നതിന് പകരം ഞാൻ ആരാണ് എന്നാണ് നാം ആരായേണ്ടത്. നമ്മൾ ആരാണ് എന്ന് ആരായുമ്പോൾ, നമ്മെ കണ്ടെത്തിക്കഴിയുമ്പോൾ നീ ആരാണ് എന്ന് ചോദിക്കേണ്ടതായി വരില്ല. നീയും ഞാനും രണ്ടല്ലാത്ത അവസ്ഥയിലേക്കാണ് അപ്പോൾ നാം എത്തിച്ചേരുന്നത്. അതുകൊണ്ട് നീ ആരെന്ന് ആരായാതിരിക്കണമെങ്കിൽ ഞാൻ ആരാണെന്ന് ആരായുക തന്നെ വേണം. ഞാൻ ആരാണെന്നറിഞ്ഞാൽ നീ ആരാണെന്ന ചോദ്യം ഉദിക്കുകയേയില്ല. അതാണ് മഹത്വം. ആ ഞാൻ ആരാണെന്നറിയുമ്പോൾ നമുക്കുണ്ടാവുന്ന കൃതാർത്ഥത, നമുക്കുണ്ടാവുന്ന കൃതകൃത്യത, അതാണ് മഹത്വവൽക്കരിക്കപ്പെടുന്നത്. ആ മഹത്വത്തിലേക്കാണ് നാം ഓരോരുത്തരും ഉയരേണ്ടത്. ആരാണെന്നാരായുമ്പോൾ ഞാനെന്നുരജൈവൂ നാം, താനാരെന്നോരായിൽ താൻ താഴേക്കാണുയരം കാണൂ. നമ്മളെ ആരായുന്നില്ലെങ്കിൽ നാം വളരുകയല്ല, നമ്മൾ താഴേക്കാണ് വളരുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ ഈ സുഭാഷിത രത്നത്തെ നമ്മൾ വീണ്ടും വീണ്ടും മനനം ചെയ്യണം. ആരാണെന്നാരായുമ്പോൾ ഞാനെന്നൊരജൈവൂ നാം, താനാരെന്നോരായിൽ താൻ താഴേക്കാണുയരം കാണൂ.